ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. കൂട്ടുകാരെ, ഇന്ന് ഒരു കഥ കേട്ടാലോ? പരീക്ഷിത് രാജാവും തക്ഷകനും. പുരാതന ഭാരതത്തിൽ ഹസ്തിനപുരം ഭരിച്ചിരുന്ന മഹാനായ രാജാവായിരുന്നു പരീക്ഷിത്. അർജുനന്റെ പേരക്കുട്ടിയും അഭിമന്യുവിന്റെ മകനുമായിരുന്ന പരീക്ഷിത് ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ശമീക മഹർഷിയും ശാപവും. ഒരു ദിവസം പരീക്ഷിത് രാജാവ് വേട്ടയ്ക്ക് പോയി. കാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ദാഹവും ക്ഷീണവും അനുഭവപ്പെട്ടു. അപ്പോഴാണ് അടുത്തൊരു ആശ്രമം കണ്ടത്. അത് ശമീക മഹർഷിയുടെ ആശ്രമമായിരുന്നു. രാജാവ് ആശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ മഹർഷി ധ്യാനത്തിലായിരുന്നു. എത്ര വിളിച്ചിട്ടും മഹർഷി കണ്ണു തുറന്നില്ല. ദാഹം കൊണ്ട് പൊറുതിമുട്ടിയ രാജാവിന് ദേഷ്യം വന്നു. അവിടെ കിടന്നിരുന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ട് രാജാവ് തിരിച്ചുപോയി. ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്ന മഹർഷി തൻ്റെ കഴുത്തിലെ ചത്ത പാമ്പിനെ കണ്ട് ഞെട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ശൃംഗി അവിടെ എത്തി. അച്ഛൻ്റെ കഴുത്തിലെ പാമ്പിനെ കണ്ട ശൃംഗിക്ക് കോപം അടക്കാൻ കഴിഞ്ഞില്ല. ധ്യാനത്തിലിരുന്ന തൻ്റെ അച്ഛനെ അപമാനിച്ച രാജാവിനെ ശൃംഗി ശപിച്ചു. ഇന്നു മുതൽ 7-ാം ദിവസം തക്ഷകൻ എന്ന സർപ്പം ഈ രാജാവിനെ കടിച്ചു കൊല്ലട്ടെ. ശമീക മഹർഷി ശാന്തനായപ്പോൾ മകന്റെ പ്രവൃത്തി അറിഞ്ഞ് ദുഃഖിതനായി. അദ്ദേഹം വേഗം ദൂതനെ വിട്ട് പരീക്ഷിത് രാജാവിനെ വിവരമറിയിച്ചു. ശാപം കേട്ട പരീക്ഷിത് രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും മഹർഷിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് മഹർഷി അറിയിച്ചു. തക്ഷകന്റെ വരവ്. മരണത്തെക്കുറിച്ച് അറിഞ്ഞ രാജാവ് അതിനെ ധീരമായി നേരിടാൻ തീരുമാനിച്ചു. അദ്ദേഹം രാജ്യഭാരം മകനായ ജനമേജയനെ ഏൽപ്പിച്ച് ഗംഗാതീരത്തെത്തി മോക്ഷത്തിനായി പ്രാർത്ഥന തുടങ്ങി. തക്ഷകനിൽ നിന്ന് രക്ഷപ്പെടാൻ രാജാവിനായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. പരിചയസമ്പന്നരായ വൈദ്യന്മാരും മന്ത്രവാദികളും കാവൽ നിന്നു. 7-ാം ദിവസം തക്ഷകൻ രാജാവിനെ തേടിയെത്തി. എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം അവന് അടുക്കാൻ കഴിഞ്ഞില്ല. തക്ഷകൻ ഒരു ബ്രാഹ്മണന്റെ രൂപം ധരിച്ച് രാജാവിന് കാഴ്ചദ്രവ്യങ്ങളുമായി കാവൽ നിന്നവരെ കബളിപ്പിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ തക്ഷകൻ തൻ്റെ യഥാർത്ഥ രൂപം പ്രാപിച്ച് രാജാവിനെ കടിച്ചു. തൽക്ഷണം രാജാവ് മരണപ്പെട്ടു. ജനമേജയന്റെ സർപ്പസത്രം. തൻ്റെ പിതാവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ജനമേജയ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം ഒരു വലിയ സർപ്പസത്രം ആരംഭിച്ചു. ഈ യാഗത്തിന്റെ ശക്തിയാൽ ലോകത്തുള്ള എല്ലാ സർപ്പങ്ങളും യാഗാഗ്നിയിലേക്ക് ആകർഷിക്കപ്പെട്ട് വീണു മരിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ തക്ഷകൻ ഭയന്നു. അവൻ ദേവേന്ദ്രന്റെ സംരക്ഷണയിലായിരുന്നെങ്കിലും യാഗാഗ്നിയുടെ ശക്തി അവനെയും ആകർഷിക്കാൻ തുടങ്ങി. അവസാനം ദേവന്മാരും മഹർഷിമാരും ഇടപെട്ട് ജനമേജയനെ സമാധാനിപ്പിച്ചു. ആസ്തിക മഹർഷിയുടെ അപേക്ഷ പ്രകാരം ജനമേജയൻ സർപ്പസത്രം നിർത്തിവെച്ചു. അങ്ങനെ തക്ഷകൻ ഉൾപ്പെടെയുള്ള സർപ്പങ്ങൾ രക്ഷപ്പെട്ടു. ഗുണപാഠം. അധികാരവും കോപവും ഒരു വ്യക്തിയെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ ചെയ്ത തെറ്റുകൾക്ക് ഒരു നാൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ക്ഷമയും വിവേകവും എപ്പോഴും നല്ലതാണ്.